ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എക്കാലത്തെയും വലിയ സ്വപ്നഭൂമിയായി യുണൈറ്റഡ് കിങ്ഡം അഥവാ UK. എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ മേഖലകളിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ഇങ്ങോട്ടേക്ക് വണ്ടി കയറുന്നത്. നിലവിൽ UKയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏറ്റവും വലിയ വിഭാഗം ഇന്ത്യക്കാരാണ് താനും. എന്നാൽ ഒരു UK യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ കൈക്കലാക്കുക എന്നത് വലിയൊരു പ്രക്രിയയുടെ പകുതി ഭാഗം മാത്രമാണ്. യഥാർത്ഥ കടമ്പ കിടക്കുന്നത് ഇനിയാണ്. UK സ്റ്റുഡന്റ് വിസ അപേക്ഷകളിൽ വരുന്ന ചെറിയൊരു പിഴവ് പോലും നിങ്ങളുടെ വലിയൊരു സ്വപ്നം തകർത്തേക്കാം. പ്രത്യേകിച്ച് ഈ 2026-ൽ UK ഗവൺമെന്റ് നിങ്ങളുടെ വിസ നിയമങ്ങളിലും ഫീസുകളിലും ഫണ്ട് ആവശ്യകതകളിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും കൃത്യമായ വിവരങ്ങൾ അറിയാതെ വലിയ ഫിനാൻഷ്യൽ കെണികളിൽ ചെന്ന് വീഴുകയും വിസ നിരസിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ 2026-ൽ UK പഠനം ലക്ഷ്യമിടുന്ന ആളാണോ എങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട യോഗ്യതകൾ, പുതുക്കിയ വിസ ഫീസുകൾ, ബാങ്ക് ഫണ്ട് കാണിക്കേണ്ട രീതികൾ, ഒഴിവാക്കേണ്ട തെറ്റുകൾ എന്നിവയെല്ലാം UK ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ ഗൈഡ്ലൈൻസ് അടിസ്ഥാനമാക്കി നമ്മൾ ഇന്ന് വിശദീകരിക്കുകയാണ്. UK സ്റ്റുഡന്റ് വിസ പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങളൊരു UK യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ യോഗ്യതകൾ പരിശോധിച്ച് നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ നൽകും. അതിനുശേഷം ഫീസിന്റെ ആദ്യ ഗഡു അടച്ചു കഴിഞ്ഞാൽ സർവകലാശാല നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ രേഖയാണ് കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ്. ഇതൊരു പേപ്പർ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് UK വിസ ആൻഡ് ഇമിഗ്രേഷൻ ഡാറ്റാബേസിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ റെക്കോർഡാണ്. നിങ്ങളുടെ പേര്, പാസ്പോർട്ട് നമ്പർ, കോഴ്സിന്റെ വിശദാംശങ്ങൾ, കോഴ്സ് കാലാവധി, നിങ്ങൾ അടച്ച ഫീസ്, ഇനി അടയ്ക്കാനുള്ള ബാക്കി തുക തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും. UK വിസയ്ക്ക് അപേക്ഷിക്കാൻ ഈ CAS നമ്പർ നിർബന്ധമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഒരു യൂണിവേഴ്സിറ്റി CAS ഇഷ്യൂ ചെയ്താൽ അതിന് 6 മാസത്തെ കാലാവധി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കണം. കാലാവധി കഴിഞ്ഞാൽ ആ CAS അസാധുവാകും. അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ആരംഭിക്കുന്ന തീയതിക്ക് പരമാവധി 6 മാസം മുൻപ് മാത്രമേ വിസയ്ക്കായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യവും ഓർക്കണം. ഇനി നമുക്ക് വിസ അപേക്ഷകൾ നിരസിക്കപ്പെടാൻ 90% കാരണമാകുന്ന ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് വരാം. അതാണ് ഫിനാൻഷ്യൽ പ്രൂഫ് അല്ലെങ്കിൽ ലിവിംഗ് കോസ്റ്റ് കാണിക്കുക എന്നത്. UK ഹോം ഓഫീസിന് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ പണം കൈവശമുണ്ടെന്ന് ബോധ്യപ്പെടണം. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് പാർട്ട് ടൈം ജോലി ചെയ്ത് ജീവിക്കാനല്ല, മറിച്ച് പഠിക്കാനാണ് വരുന്നത് എന്നതിന്റെ തെളിവാണിത്. 2026-ൽ വിസ അപേക്ഷിക്കുന്നവർ കാണിക്കേണ്ട ലിവിംഗ് കോസ്റ്റ് ഫണ്ട് ആവശ്യകതകൾ UK ഗവൺമെന്റ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന ക്യാമ്പസ് ലണ്ടനിലാണോ അതോ ലണ്ടന് പുറത്താണോ എന്നതിനെ ആശ്രയിച്ചാണ് ഈ തുക വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. കോഴ്സിന്റെ പരമാവധി 9 മാസം വരെയുള്ള കാലയളവിലേക്കാണ് ഈ തുക കാണിക്കേണ്ടത്. നമുക്ക് പുതിയ നിരക്കുകളൊന്ന് പരിശോധിക്കാം. ലണ്ടൻ മേഖലയിൽ പഠിക്കുന്നവർക്ക് പ്രതിമാസം 9 മാസത്തേക്ക് ആകെ ഏകദേശം 12.7 ലക്ഷത്തിന് മുകളിൽ അക്കൗണ്ടിൽ കാണിക്കണം. ലണ്ടന് പുറത്ത് പഠിക്കുന്നവർ പ്രതിമാസം 9 മാസത്തേക്ക് ഏകദേശം 9.7 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിൽ കാണിക്കണം. ഈ ലിവിംഗ് കോസ്റ്റിനോടൊപ്പം നിങ്ങളുടെ 1-ാം വർഷ കോഴ്സ് ഫീസിൽ ഇനി യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കാനുള്ള ബാക്കി തുകയും കൂടി ചേർത്ത് വേണം ആകെ തുക ബാങ്കിൽ കാണിക്കാൻ. പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വലിയ തെറ്റ് പറ്റുന്നതും വിസ റിജക്ഷൻ വാങ്ങിക്കൂട്ടുന്നതുമായ ഒന്നാണ് ഈ 28 ദിവസത്തെ നിയമം. നിങ്ങളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ ബാങ്ക് അക്കൗണ്ടിൽ മുകളിൽ പറഞ്ഞ തുക തുടർച്ചയായി 28 ദിവസത്തേക്ക് ഉണ്ടായിരിക്കണം. ഈ 28 ദിവസത്തിനിടയിൽ ഒരു ദിവസം പോലും അക്കൗണ്ടിലെ ബാലൻസ് ആവശ്യമുള്ള തുകയേക്കാൾ ഒരു പൈസ പോലും താഴേക്ക് പോകാൻ പാടില്ല. അഥവാ ഒരു ദിവസം തുക കുറഞ്ഞു പോയാൽ ആ 28 ദിവസത്തെ അക്കൗണ്ട് വീണ്ടും 0-ൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടി വരും. മാത്രമല്ല, നിങ്ങൾ ഓൺലൈനായി വിസ അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടയ്ക്കുന്ന തീയതിക്ക് തൊട്ടു മുമ്പുള്ള 30 ദിവസത്തിനുള്ളിൽ എടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമേ അപേക്ഷയോടൊപ്പം സമർപ്പിക്കാവൂ. പഴയ സ്റ്റേറ്റ്മെന്റുകൾ ഹോം ഓഫീസ് സ്വീകരിക്കില്ല. നിങ്ങളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ പേരുള്ള സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്നിവയിലെ ഫണ്ടുകൾ മാത്രമേ അംഗീകരിക്കൂ. ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സ്വർണ്ണ പണയം, വസ്തുക്കളുടെ രേഖകൾ എന്നിവയൊന്നും വിസയ്ക്ക് ഫണ്ടായി കാണിക്കാൻ സാധിക്കില്ല. നിങ്ങൾ എഡ്യൂക്കേഷൻ ലോണാണ് എടുക്കുന്നതെങ്കിൽ ബാങ്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിലുള്ള കൃത്യമായ മൊറട്ടോറിയം വിവരങ്ങൾ അടങ്ങിയ ലോൺ സാങ്ഷൻ ലെറ്ററും സമർപ്പിക്കണം. വലിയൊരു സാമ്പത്തിക ആസൂത്രണം വേണ്ട മേഖലയാണിത്. കാരണം 2026 ഏപ്രിൽ 8 മുതൽ UK വിസ അപേക്ഷാ ഫീസുകൾ ഹോം ഓഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷാ ഫീസ് ഏകദേശം 60,000 രൂപയ്ക്ക് മുകളിലാണ്. UKയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസ് വഴി സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിനായി അടയ്ക്കേണ്ട തുകയാണിത്. ഇവിടെ വിദ്യാർത്ഥികൾ ഒരു കാര്യം പ്രത്യേകം കണക്കിലെടുക്കണം. ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പോലും കോഴ്സ് കഴിഞ്ഞുള്ള ബഫർ പീരീഡ്, അത് 4 മാസം ഉൾപ്പെടെയുള്ള വിസ കാലാവധി 12 മാസത്തിൽ കൂടുതൽ വരാം. അതുകൊണ്ട് വിസ അപേക്ഷയുടെ സമയത്ത് നിങ്ങൾ 2 വർഷത്തെ IHS തുകയായ പണം അടയ്ക്കേണ്ടി വരും. അതായത് വിസ ഫീസും ഹെൽത്ത്
സർചാർജും മാത്രമായി ഒരു മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിക്ക് ഏകദേശം 2.2 ലക്ഷത്തിലധികം രൂപ മുൻകൂറായി ചെലവ് വരും. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളിൽ യാതൊരുവിധ പിഴവുകളും വരുത്തരുത്. ഒരു ചെറിയ അശ്രദ്ധ പോലും വിസ നിരസിക്കപ്പെടാൻ കാരണമാകും. പ്രധാനപ്പെട്ട രേഖകളുടെ ചെക്ക് ലിസ്റ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി കൃത്യമായി കാലാവധിയുള്ള പാസ്പോർട്ട്, യൂണിവേഴ്സിറ്റി നൽകിയ CS ലെറ്റർ, കൃത്യമായി 28 ദിവസം മെയിൻറ്റെയിൻ ചെയ്ത ഫിനാൻഷ്യൽ ബാങ്ക് പ്രൂഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലോൺ ലെറ്റർ, മാതാപിതാക്കളുടെ അക്കൗണ്ടിലാണ് പണമെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അവരുടെ കൺസെന്റ് ലെറ്ററും നിർബന്ധമാണ്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന രേഖ സാധാരണ IELTS, PTE അല്ലെങ്കിൽ TOEFL സ്കോറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ചില യൂണിവേഴ്സിറ്റികൾ +2 ഇംഗ്ലീഷ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഇളവ് നൽകാറുണ്ട്. അത് നിങ്ങളുടെ CS വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. TB ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ UK വിസ അപേക്ഷിക്കാൻ UKVI അംഗീകരിച്ച ഡയഗ്നോസ്റ്റിക് സെന്ററുകളിൽ നിന്നുള്ള TB നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇതിന് 6 മാസത്തെ കാലാവധി ഉണ്ടാകും. 2026 ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് UK പൂർണ്ണമായും ഡിജിറ്റൽ വിസ സമ്പ്രദായത്തിലേക്ക് മാറി എന്നതാണ്. മുൻപ് വിസ അടിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ നൽകിയിരുന്ന ഫിസിക്കൽ BRP കാർഡുകൾ ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കി. പകരം നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് ഓൺലൈനായി പരിശോധിക്കാനും ഷെയർ ചെയ്യാനും കഴിയുന്ന ഡിജിറ്റൽ വിസ രീതിയാണ് നിലവിലുള്ളത്. UK പഠനത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്നാൽ പഠനത്തിന് ശേഷം ഇവിടെ ജോലി ചെയ്യാനും അന്താരാഷ്ട്ര കരിയർ കെട്ടിപ്പടുക്കാനും ലഭിക്കുന്ന അവസരങ്ങളാണ്. ഇതിനെയാണ് ഗ്രാജുവേറ്റ് റൂട്ട് അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് വിളിക്കുന്നത്. ബാച്ചിലർ ബിരുദമോ മാസ്റ്റേഴ്സ് ബിരുദമോ വിജയകരമായി പൂർത്തിയാക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്പോൺസർഷിപ്പ് ഇല്ലാതെ തന്നെ UK 2 വർഷം തങ്ങാനും ഏത് മേഖലയിലും ജോലി ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾ PhD പൂർത്തിയാക്കിയ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ കാലാവധി ലഭിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് UK സ്ഥിരമായി തുടരണമെങ്കിൽ നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറേണ്ടതുണ്ട്. 2026 പുതിയ നിയമപ്രകാരം സ്കിൽഡ് വർക്കർ വിസ ലഭിക്കുന്നതിനുള്ള മിനിമം ശമ്പള പരിധി UK ഗവൺമെന്റ് ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ പഠനകാലത്ത് തന്നെ നല്ല രീതിയിലുള്ള ഇന്റേൺഷിപ്പുകളും പ്രൊഫഷണൽ കോൺടാക്റ്റുകളും ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികൾ കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്.